ശരി. രാഹുൽ മാങ്കൂട്ടത്തിൽ KSRTC ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തതിനെ ചൊല്ലി കോൺഗ്രസിലും എതിർപ്പ്. അറിയിക്കാതെ പരിപാടി നടത്തിയെന്ന് കാട്ടി കോൺഗ്രസ് നേതാവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ മൻസൂർ മണലാഞ്ചേരിയാണ് പ്രതിഷേധിച്ചത്. പുത്തൂരിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടും പുതുപ്പള്ളി തെരുവിൽ നിന്നുള്ളവരെ അറിയിച്ചില്ലെന്നാണ് ആരോപണം. ബ്ലോക്ക് കോൺഗ്രസ് വാട്സാപ്പ് ഗ്രൂപ്പിലാണ് മൻസൂർ ശബ്ദ സന്ദേശം ഇട്ടത്. നിങ്ങൾക്ക് എല്ലാ സമയത്തും എല്ലാത്തിനും തക്കതായ കാരണങ്ങളൊക്കെ ഉണ്ടാവും. ഇത് MLA ആരുടെയും സ്വകാര്യ സ്വത്തൊന്നുമല്ല, നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയിലും നിങ്ങൾക്ക് മറ്റേ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റിനും DCC പ്രസിഡന്റിനും എന്ത് അവകാശം കോൺഗ്രസിനുണ്ടോ അതേ അവകാശങ്ങൾ ഈ പാർട്ടി അനുയായികൾക്കും മറ്റു പാർട്ടി ഭാരവാഹിത്വമുള്ളവർക്കും മറ്റുള്ള ആളുകൾക്കും ഉണ്ട്. ആരും സ്വകാര്യ സ്വത്തായിട്ട് കൊണ്ട് നടക്കുന്ന സംഭവമല്ല. നമ്മൾ എന്താ പ്രതികരിക്കാത്തത് പറഞ്ഞു കഴിഞ്ഞാല് അതിന് വേണ്ട എന്നുള്ളൊരു വിഭാഗം വേണ്ട പറഞ്ഞിട്ടാണ്. മറ്റുള്ളവർ വിളിച്ചിട്ട് പുത്തൂർ കിടക്കുന്ന ആൾക്ക് ഇവിടെ പുതുപ്പള്ളി തെരുവിൽ വന്ന് പരിപാടിക്ക് പങ്കെടുക്കുക പറഞ്ഞാൽ പുതുപ്പള്ളി തെരുവുകാർക്ക് എന്താ വരാൻ ബുദ്ധിമുട്ട്, ഈ മൂക്കിൽ താഴെയുള്ള ആളുകൾക്ക്? അപ്പൊ അതിന് നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ആ സിസ്റ്റം എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. ഇന്നിപ്പോ എന്തായാലും ബ്ലോക്ക് കമ്മിറ്റി ഉണ്ടല്ലോ, 6 മണിക്കൊന്ന് ബ്ലോക്ക് കമ്മിറ്റി കിടക്കണ്ടല്ലോ. അതിനൊക്കെ ചോദ്യം നടന്നിട്ട് നടക്കുള്ളൂ. ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ചോദ്യം ചോദിക്കും, മറുപടി തരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് അവിടെ വന്ന് പറയും. ഇന്ന് അവിടെ ചോദ്യം ഉണ്ടാവുമല്ലോ. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി. സാജിദ്, ഇത് വളരെ വേഗത്തിൽ MLA തന്ത്രപരമായി വന്നു പോയതാണ് എന്ന സംശയത്തെ ബലപ്പെടുത്തുകയാണല്ലോ മൊത്തത്തിൽ കാണുമ്പോൾ. നിഷാദ്, DTOയുമായി DYFI നേതാക്കളും CITU നേതാക്കളും നേരത്തെ സംസാരിച്ചു. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് പുതിയ ബസ്സുകൾ വരുമ്പോൾ ജനപ്രതിനിധികളെ അറിയിക്കണമെന്ന് ഈ KSRTC CMDയുടെ നിർദ്ദേശമുണ്ട്. അതായത് സ്ഥലം MP, MLA, വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളെ അറിയിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറിയിച്ചത്. ഇന്നലെ ഉള്ള ബസ് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പാലക്കാട് ബംഗളൂരു സർവീസിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ ഫ്ലാഗ് ഓഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നില്ല. എന്നാൽ 8:30 കൂടിയാണ് MLA വരുന്നു എന്നത് അറിയിച്ചത്. അപ്പോൾ ഒരു ചെറിയ ചടങ്ങ് നടത്തുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിൽ ഈ വലിയ പ്രതിഷേധമാണ് CITUവിന്റെയും DYFIയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തും ഇത് സംബന്ധിച്ച് വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ട്. നേരത്തെ നമ്മൾ കേട്ട ശബ്ദം എന്ന് പറയുന്നത് മൻസൂർ മണലാഞ്ചേരി, അദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവും അതോടൊപ്പം തന്നെ നഗരസഭാ കൗൺസിലറുമാണ്. ഈ ഒരു വിഭാഗം കോൺഗ്രസുകാരെ മാത്രം അറിയിച്ചുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടി നടത്തിയത്. ഈ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെ അറിയിച്ചില്ല. വാട്സപ്പ് ഗ്രൂപ്പെങ്കിലും ഇങ്ങനെ ഒരു സന്ദേശം ഇടണമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ മണ്ഡലത്തിലില്ല, തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. ഈ KSRTC നടപടിക്കെതിരെ, നേതൃത്വത്തിന്റെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഞാൻ നിലവിലുള്ളത് KSRTC ഈ എഞ്ചിനീയറുടെ ഈ റൂമിന് സമീപത്താണ്. ഇങ്ങോട്ട് നേരത്തെ DTOയോട് സംസാരിച്ചതിന് ശേഷം DYFI പ്രവർത്തകരും CITUവിന്റെ പ്രവർത്തകരും വന്ന് സംസാരിച്ച് കൊണ്ടിരിക്കുകയാണ്. സാജിദ് അജ്മലാണ് പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.